വാർത്തകളിലേക്ക് വിശദമായി. മലയാളികളായ 3 പേരെ അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദമ്പതികളായ നവീനും ദേവിയും വട്ടിയൂർക്കാവിൽ നിന്ന് കാണാതായ അധ്യാപിക ആര്യയുമാണ് മരിച്ചത്. ഇറ്റാനഗറിലെ ഹോട്ടലിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് 3 മലയാളികളെ ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ, മൂന്നാമൂട് സ്വദേശി ദേവി, ഭർത്താവ് നവീൻ എന്നിവരാണ് മരിച്ചത്. മൂവരും ശരീരത്തിൽ വ്യത്യസ്തമായ മുറിവുകൾ ഉണ്ടാക്കിയെന്നാണ് വിവരം. മുറിവുകളിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത്. മാർച്ച് 27-നാണ് സ്വകാര്യ സ്കൂൾ അധ്യാപികയായിരുന്ന ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത്. ആര്യയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചു. സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിരുന്നു. ആര്യയെ കാണാതായ വിവരം അയൽക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. ആര്യയുടെ വിവാഹം അടുത്ത മാസം നടക്കാനിരുന്നതാണ്. കാണാതായപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ. പഠിക്കാൻ ഇവിടെ അരുണാചൽ പ്രദേശിൽ എവിടെ നിന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് പോയത് നമുക്ക് ആർക്കും അറിഞ്ഞില്ല. ഇന്ന് തന്നെ വാർത്തയിലൊക്കെ കേട്ടും 1-2 പേരെ എന്നെ വിളിച്ചാണ് ഞാൻ അറിഞ്ഞത്. നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. അതിനാൽ ബന്ധുക്കൾ അന്വേഷിച്ചിരുന്നില്ല. എന്നാൽ ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ഇരുവരും ഒപ്പം പോയതാണെന്ന് മനസ്സിലായത്. ആര്യ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ദേവിയും മുൻപ് ജോലി ചെയ്തിരുന്നു. ഇവർ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. മരിച്ച ദേവിക്ക് 16 വർഷമായി കുട്ടികളില്ലാതിരുന്നതിനാൽ കാര്യസാധ്യത്തിനായി ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിലുള്ള വിഷം നിമിത്തം ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അരുണാചൽ പ്രദേശിലെത്തി ദുർമന്ത്രവാദം എന്തെങ്കിലും ചെയ്ത് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇറ്റാനഗർ പോലീസാണ് മരണവിവരം ബന്ധുക്കളെയും കേരള പോലീസിനെയും അറിയിച്ചത്. മരിച്ചവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇറ്റാനഗർ പോലീസ് ആളുകളെ തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ കേരള പോലീസ് അന്വേഷണം നടത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.